ഭയങ്കരമായിട്ടുള്ള അബ്യൂസിൽ കൂടെ പോകുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ തമ്മിത്തല്ലും തലയടിച്ച് പൊട്ടിക്കലും ഫൈനാൻഷ്യൽ അബ്യൂസും എല്ലാം ഓടുന്ന ഒരു സ്ഥലത്ത് നടക്കൂല. കാരണം നമുക്ക് പറ്റാത്ത ആളുകളുണ്ട്, ചില ആളുകൾ പറ്റൂല, മിണ്ടാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. എവിടെങ്കിലും എന്തെങ്കിലും ഹോപ്പ് ഉണ്ട് എന്നുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് മറ്റത് വർക്കൗട്ട് ആവാം. അപ്പൊ അതങ്ങനെ ഞാൻ എല്ലാരും ഇത് കേട്ടിട്ട് ഉടനെ മറ്റേ ഇന്നലെ കൈയൊടിച്ചവന്റെ അടുത്ത് പോയിട്ട് ഹലോ നമുക്കൊന്ന് ഒന്നോടെ ശ്രമിച്ചാലും ചോദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് വർക്കൗട്ടായി, ചിലർക്ക് വർക്കൗട്ട് ആവും, ചിലർക്ക് വർക്കൗട്ട് ആവില്ല. നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലാണല്ലേ ജീവിക്കുന്നത് അപ്പോ? അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഓരോ ദിവസം ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞത് ഫിസിക്കലായിട്ട് മാത്രമല്ല, ഇന്റേണലി ഓൾസോ. അതെ, മനസ്സിലായി. വർക്കാണ്, നല്ല ഹാർഡ് വർക്കാണ്. ഈ കലേഷാണ് ഇനി എന്റെ കൂടെയുള്ള കമ്പനിയെന്ന് ഗണേഷിനോട് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അത് നിങ്ങൾ പോയ പോക്കിന് അവൻ അറിയാം. ഇതങ്ങനെ ഫോമിലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ? അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല, അത് മനസ്സിലായി. അങ്ങനെ അങ്ങ് പോയി. ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോർമൽ സംഭവങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ വഴക്കെടുത്ത് കലേഷ് കണ്ടോണ്ടിരിക്കാൻ ചിലപ്പോ. അപ്പൊ അത് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ മാത്രം അല്ലാണ്ട് ഇതിന് പുറത്തോട്ട് ഇതിന് ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു പറയുമ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഒരു 9 മണിക്ക് തുടങ്ങി 5 മണിക്ക് സൈൻ ഔട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി അല്ല. ചില ഷോസിന് ക്രൂ മൊത്തം വീട്ടിലുണ്ടാവും രാത്രി, എല്ലാം കൂടെ നിരന്ന് പാവിരിച്ച് കിടന്നുറങ്ങുമായിരിക്കും. അപ്പൊ ഇത് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ ആയിട്ട് ഈ കല്യാണം അല്ലാണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ്. ചില സമയത്ത് എനിക്ക് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഞാനും കണ്ടേച്ച സിബ്ലിങ്സ് ആണ്. സിബ്ലിംഗ് റൈവലറി ആണ്. അതവിടെ വയ്ക്കണം, അതവിടെ വയ്ക്കരുത്, ഇത് ഇവിടെ എടുത്തുകൊണ്ട് പോയി, ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയില്ല, ഇവിടെ തന്നെ ഇരിക്കും. മൊത്തം സിബ്ലിംഗ് റൈവലോട്ടൊക്കെ എത്തി. ഇപ്പൊ തന്നെ നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ് നമുക്ക് കുറെ ഷൂസ് ഉണ്ട്. ഈ ഷൂസ് വീതിക്കണം. ഇവൻ എനിക്ക് പച്ച ഷൂസ് വേണം, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ നീ അന്ന് എടുത്തോണ്ട് പോയി അവന്റെ ബ്ലാക്ക് ട്രക്കിംഗ് ഷൂസ് എനിക്ക് തിരിച്ചു തരണം. ഇല്ല, അത് എനിക്ക് മറ്റേ അവിടെ പോകുമ്പോൾ ഇടണം. ഇങ്ങനെയൊക്കെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോഴേക്കും അവിടെ എത്തി. അപ്പൊ ഇത് ഹസ്ബൻഡിന്റെ വൈഫിന്റെ പുറത്തോട്ടും കുറെ എക്സ്റ്റൻഷൻ ഉണ്ട് ഇതിന്. അപ്പൊ അങ്ങനെ ഒരു സാധനം നമ്മള് നിക്കുമ്പം അതിന് മറ്റേ രസങ്ങളൊക്കെ നമ്മൾ അതിനെ കളയുന്നേ. ഈ വിവാഹ ഈ ദിവസം നടക്കുന്ന എവിടെ ഫുൾ ടൈം ഉണ്ടാവണം അങ്ങനെയും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം കണ്ടറിഞ്ഞു വന്നിട്ടാണ് അത്രയും വിളിച്ചിട്ടൊന്നുമില്ല. വരും, ഇവൻ വരും എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം സംസാരിക്കും മുതലേ ഇവൻ എല്ലാ കാര്യങ്ങളും ഇവനും ആക്റ്റീവായിട്ട്. നമ്മള് വീട് പണിഞ്ഞ് കല്യാണം തലേ ദിവസമാണ് നമ്മൾ ഹൗസ് വാമിങ് നടത്തിയത്. ഞാനും കലേഷും മൂവിൻ ചെയ്യുന്ന തലേ ദിവസമാണ്, പിറ്റേ ദിവസം കല്യാണം. അപ്പം വീട് പണിയുടെ സമയത്തും ഈ ബംഗാളി പണിക്കാരുടെ ഒരു ഭയങ്കര ഷോർട്ടേജ് വന്നൊരു സമയത്ത് നമ്മുടെ വീട് പണി ഫുള്ള് ഹോൾട്ടായി. എന്തിയാണെന്ന് അറിയത്തില്ല. അപ്പം ഇവനാണ് കുറെ കോൺടാക്ട്സ് ഒപ്പിച്ചുകൊണ്ട് വന്നത്. മറ്റേ അയാളുണ്ട്, ആളെ വിളിച്ച് ഞാൻ മറ്റേ ടൈല് പണിക്കാരനെ അവിടെ നിന്ന് കിട്ടും, മറ്റേ മരപ്പണിക്കാരനെ ഇവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആക്റ്റീവായിട്ട് ആരാണ്ടൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഗണേഷ് കുറെ ആളുകളെയും കൊണ്ടുവന്നു. അതുപോലെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ആണെങ്കിൽ പോലും ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയി, സർവീസിന് കൊടുക്കണം. ഇവനാണ് ഗണേശനുണ്ട് കലേഷിന്റെ ബൈക്ക് കൊണ്ട് സർവീസിന് കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ എന്തെങ്കിലും കാര്യം. ഇവൻ കല്യാണത്തിന്റെ ആ തൊട്ട് മുന്നേയുള്ള വീക്ക് ഗണേഷിന് ഫുള്ള് ടാസ്ക് ആണ്. ഇത്ര സാധനങ്ങൾ ബൈക്ക് നേരാക്കണം, മറ്റേ സാധനം മറ്റേ ബാങ്കിൽ നിന്ന് മറ്റേ പൈസ എടുത്തിപ്പുറത്തേക്കണം, കാരണം ഈ പൈസ അവർക്ക് അയക്കാനുണ്ട്. എല്ലാ സാധനങ്ങളും ടാസ്കുമായിട്ട് ഇവൻ ആക്റ്റീവ്ലി ഹി വാസ് പാർട്ട് ഓഫ് ദ വെഡിങ്. അവൻ മാത്രമല്ല, വേറെ ആളുണ്ട് പാർട്ടായിട്ട്. പക്ഷെ ഇത് നമ്മൾ കൊടുത്ത പണിയൊന്നും അല്ല, അവന് ഏറ്റെടുത്ത് നമ്മുടെ കൂടുതൽ ഒരാളുടെ കല്യാണമാണ്. അപ്പൊ നമ്മൾ മറ്റേ ഓടി കിടന്ന് കല്യാണം നടത്തി കൊടുക്കുന്നു. അല്ലാണ്ട് മറ്റേ ഒരാൾ വിളിച്ചു ഒരാൾ അങ്ങനെയൊന്നും പരിപാടിയൊന്നും ഇല്ല. ഹീസ് ജസ്റ്റ് പാർട്ട് ഓഫ് ലോഡ് ഓഫ് അതർ തിങ്സ്. ഹി ഈസ് കണ്ടിന്യൂയിങ് ടു ബി എ പാർട്ട് ഓഫ് ഓൾ ദോസ് തിങ്സ്. എന്താണോ നമ്മൾ വേണ്ടെന്ന് തീരുമാനിച്ചത് അത് മാത്രം നമ്മൾ മാറ്റി വെക്കുന്നു. നല്ലൊരു മനുഷ്യനാണല്ലേ ഗണേഷ്. കുഴപ്പമില്ല. കുഴപ്പമില്ല. കലേഷായിട്ട് ജീവിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എന്താ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ട്രേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ, അണ്ടർസ്റ്റാൻഡിങ് ആണോ? നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. ഒരു ഭയങ്കര പീസ്ഫുൾ, ഒരു ഒതുങ്ങിയ സമാധാനപരമായ, ബഹളങ്ങളോ വലിയ ഒന്നും ഭയങ്കര ഷോയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ ഒതുങ്ങിയ ഒരാളാണ്. ഈ ആളുകളെ പാട്ടിന് എതിരെ നെഗറ്റീവ് കമന്റ് ഇടുമ്പോ ആ കമന്റ് എടുത്ത് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം, ഇത് ആരുടെ ഐഡിയ? അത് എനിക്ക് ചില കമന്റ് കാണുമ്പോഴേക്കും ഭയങ്കര കോമഡി തോന്നിയിട്ട് ചെയ്യുന്നതാണ്. അതങ്ങനെ ചെയ്തതാണ്, അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും അല്ല. ഏതോ ഒരു കമന്റ് കണ്ടപ്പോ ഇത് വെച്ചിട്ട് ഇത് ചെയ്താലോ എന്ന് വെറുതെ ഇങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തതാണ്. അത് പിന്നെയും ആളുകളെ കുറച്ചുകൂടി അത് ചെയ്യാൻ വേണ്ടിട്ട് എൻകറേജ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുള്ളത്. ആവട്ടെ. അതാ അപ്പുറത്തുള്ള ആൾക്ക് ഇത് കണ്ടിട്ട് ഈ കമന്റ് ഇട്ടവൻ എന്ത് തോന്നുന്നു ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. എനിക്കൊരു കളിയാണത്, ഭയങ്കര രസമുള്ളൊരു ഗെയിമാണ്. അപ്പൊ ഞാനതും കളിക്കുന്നത്രേ ഉള്ളൂ.
ഈ നെഗറ്റിവിറ്റിനെ എങ്ങനെയാ അപ്പൊ വളരെ ഈസിലി ഇഗ്നോർ ചെയ്യാൻ പറ്റുക ഗൗരി? ഞാൻ ഇഗ്നോർ ചെയ്യല്ലോ. എനിക്ക് റൈറ്റ് നൗ അത് ഭയങ്കര ഒരു രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നണേ. ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാ തോന്നുന്നത്. അത് ഭയങ്കര രസമാണ്. ഭയങ്കര ആക്ടിവിറ്റി ആണല്ലോ. ഓരോ ആളുകൾ ഇരുന്ന് ഓരോന്ന് പറയുമ്പം അത് വായിച്ചു നോക്കിയിട്ട് ഇവൻ എന്തൊരു വലിയ മണ്ടനാടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് അതിന്നൊരു സാധനം ഒരു പാട്ട് പാടി ഇടുന്നു. അപ്പൊ അതിന് വേറെ കുറെ മണ്ടന്മാർ വന്നിട്ട് വേറെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അപ്പൊ അത് കണ്ട് നമ്മൾ ഇന്ന് ചിരിക്കുന്നു. ആക്ച്വലി അവിടെ എത്തുക എന്നുള്ള അത്ര എളുപ്പമല്ല. പക്ഷെ എനിക്കത് ഭയങ്കര രസമാണ്. ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തൊരു കമന്റാണ് ഏതൊരു പാട്ടിന്റെ താഴെ ഈ അപരാധം ഒന്നും കാണാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്. അവൻ ഞാൻ ഭയങ്കര രസമാണല്ലോ. അവൻ അതുപോലും അവൻ അറിയത്തില്ല. ഹി ഗോട്ട് സോ മെനി ഓപ്ഷൻസ് റേറ്റ്. അവന് ഫോൺ മാറ്റി വെക്കാം, അവനെ അൺഫോളോ ചെയ്യാം, എന്നെ ബ്ലോക്ക് ചെയ്യാം, ഈ കണ്ടന്റ് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് മറ്റേ ഓപ്ഷൻ കൊടുക്കാം. അതൊന്നും അറിയാത്ത ഒരുത്തൻ അവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അവൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത്രയും അതിന് മറുപടി പാട്ട് കൊടുത്തോ? എന്തായിരുന്നു? കണ്ണാരം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടു വീഴുമ്പാന്ന് പറഞ്ഞ ഫുൾ സ്റ്റാൻസ് എഴുതിയിട്ടു. അവൻ അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യും. ഭയങ്കര രസമാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞാല് എന്തൊരു ഭയങ്കര രസമാണ് ശരിക്കും. പക്ഷെ അവിടെ നമ്മൾ ആദ്യം കുറെ റൗണ്ട് ഓടിയാണ് ലാസ്റ്റ് ഇതെല്ലാം ഒരു കോമഡി ആയിട്ട് കാണാൻ പറ്റും. എപ്പോ തൊട്ടാ അത് ഈ വലുതായിട്ട് കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് കണ്ടാൽ മതി, നമ്മള് മാത്രം സീരിയസ് ആക്കി എടുത്താൽ മതി, ബാക്കിയുള്ളവർ സീരിയസ് ആക്കി എടുക്കണം നിർബന്ധമില്ല, ആ സ്റ്റേജിലേക്ക് എപ്പോഴെത്തിയേ? ഒരു ട്രെയിനിൽ ഒരു ദിവസം 2025 എൻഡിലാണ്, ഡിസംബർ ന്യൂ ഇയറിന് തൊട്ട് മുന്നേ 29th എന്തോ ആണ്. അപ്പം എനിക്ക് ബൈ റോഡ് ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മോഷൻ സിക്നസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ശ്രദ്ധിക്കാൻ വരും, തല കറങ്ങും. അപ്പൊ കാറ് മാക്സിമം ഞാൻ ഒഴിവാക്കും. ട്രെയിനൊക്കെയാണ് എടുക്കാറുള്ളത് എപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ. യൂഷ്വലി ഇപ്പൊ നമുക്ക് ടിക്കറ്റ് നേരത്തെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ വന്ദേ ഭാരത് ആണെങ്കിൽ അടിപൊളി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ലീപ്പർ എന്തെങ്കിലും ഒരു ടിക്കറ്റ് ഉണ്ടാവും സാധാരണ. അന്ന് ടിക്കറ്റ് കിട്ടിയില്ല തിരിച്ച് ഷോ കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ജോയൽ നമ്മുടെ മാനേജർ ജോയലിനോട് പറഞ്ഞു, തൃശ്ശൂരാണ് ഷോ കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു നോക്കി ഓടിക്കയറാം, ജനറലെങ്കിൽ ജനറൽ, ട്രെയിൻ തന്നെ പോയി, കാറൊന്നും വയ്യ. അപ്പം അവന്റെ ജോയലിന്റെ ഏതോ ഫ്രണ്ട് കാറിൽ കൊച്ചിയൊക്കെ പോകുന്നുണ്ട്, വേണമെങ്കിൽ ചേച്ചി കാറിൽ പോ. ഞാൻ ഇല്ല, ട്രെയിനിൽ തന്നെ പോവാം. അപ്പൊ ജോയലിനെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ജനറൽ കയറി തൃശ്ശൂർ കൊച്ചി. ന്യൂ ഇയറിന് ഒരു ദിവസം മുന്നേ ഇടി എന്ന് പറഞ്ഞ മുട്ടനടി. അപ്പൊ എന്റെ റൈറ്റ് സൈഡിൽ ഒരു നല്ല ഒന്നാമതരം കള്ളുകൂടിയുണ്ട്, മലയാളി. ഹീൽ ബി ഇൻ ഹിസ് 40s. പുള്ളി ഇരിക്കുകയാണ്. പുള്ളി ഇരുന്നിട്ട് എന്റെ മുട്ടിൽ ചാരി ഉറങ്ങാൻ കയറി. ഓഫാണ് ആള്, നല്ല മണമുണ്ട്. ഓഫ് ഞാൻ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ലെഫ്റ്റിലൊരു തമിഴൻ കയറി. പുള്ളി നല്ല ഫിറ്റാണ്, തമിഴൻ. ആ പുള്ളി ലെഫ്റ്റിൽ നിന്നിട്ട് തമിഴൻ പാട്ട് ഇങ്ങനെ MGRന്റെ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇയാള് കുറച്ച് കഴിയുമ്പോഴേക്കും ഇയാൾ ഉറക്കം ഡിസ്റ്റർബ് ആയിട്ട് ചാടി എണീറ്റ്. എന്നിട്ട് ഇയാള് പച്ചത്തെറി അവിടെ നിന്നിട്ട് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ, വാഴടക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇംഗ്ലീഷിലൊക്കെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇത് മലയാളി കള്ളുടിയൻ. അപ്പം ഈ പുള്ളി, നിങ്ങൾ ഇതിനെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നത്? ഞാൻ തമിഴനാണ്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, നിങ്ങൾ നമ്മുടെ ഭാഷയിൽ ചീത്ത വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞ അടുത്ത റൗണ്ട് വരികയാണ്. ഇയാൾക്ക് എല്ലാം ചിരിയാ. എന്നിട്ട് ഇയാൾ, ഇല്ല സാർ എനിക്ക് ഇതൊക്കെ ഉള്ളൂ. അപ്പൊ നീ കൂലിപ്പണിക്കാരനാണോടാ എന്നൊക്കെ പിന്നെയും തിരിച്ചീത്ത വിളിക്കും ഇവൻ. അപ്പൊ ഇയാൾ പിന്നെയും ചിരിച്ചിട്ട്, ആണ്, പക്ഷെ എനിക്ക് തമിഴ്നാട്ടിലൊരു ഭാര്യ, കേരളത്തിലൊരു ഭാര്യ, ഓരോ ഭാര്യയിൽ 2 കുട്ടികൾ വെച്ചിട്ട് സന്തോഷമായിട്ടാണ് സാർ ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് ട്രെയിനിൽ പാലത്തിൽ കൂടി ഇങ്ങനെ ആള് ഫുള്ള് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെ ശശിയായിക്കൊണ്ടിരിക്കുക ഇവിടെ ഇപ്പുറത്തുള്ള ആള്. പുള്ളി നിർത്തൂല. പക്ഷെ ട്രെയിൻ ഇങ്ങനെ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ കൂള് പറഞ്ഞ് നിന്നെ എടുത്ത് ഞാൻ താഴെ ഇടുന്നു പറഞ്ഞു. വാ സാറും ചാടിക്കോ, എനിക്ക് നിന്ന് നീന്താ അറിയാം, സാർ തന്നെ വിളിക്കണേ, സാർ നീന്താ അറിയോ, നമുക്ക് നീന്തി അപ്പുറത്തെ കരയിൽ പോയി കയറാം, എന്നിട്ട് അവിടെ ഇരുന്ന് പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് മനുഷ്യനാണ് ഇയാൾ, ഇത്രയും ആളുകളുടെ മുമ്പിലിട്ട് ഇങ്ങനെ. ഇയാള് ഫിറ്റാണെങ്കിൽ ദേഷ്യമൊന്നും ഇയാൾക്ക് വന്നില്ല. ഇയാൾ ഇങ്ങനെ ആള് പിന്നെയും പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ഇയാള് ചീത്ത വിളിക്കും, പാട്ടിനടക്കി ഇയാൾ റിപ്ലൈ കൊടുക്കും, എന്നിട്ട് പിന്നെ ഇയാൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഹീസ് ജസ്റ്റ് ഹാവിങ് എ ഗുഡ് ടൈം ഇൻസൈഡ് ദ ട്രെയിൻ. ഇവൻ ഇങ്ങനെ തെറിവിളിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഇയാള് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇവനോ കലേഷോട് പറഞ്ഞു, എടാ ഭയങ്കര സംഭവമാണ് അയാള്. അത്രയും ആളുകളുടെ മുമ്പിൽ അത്രയും ഇൻസൾട്ട് ചെയ്തിട്ട് കള്ളു കുടിച്ച് ബോധം ഇല്ലാതിരുന്നിട്ട് പോലും ഒരു തെറിവാക്ക് അവന്റെ വായിന്ന് വന്നിട്ടില്ല. സോ ഹൗ അൺഅഫക്റ്റഡ് ദാറ്റ് ഗൈ ഈസ്. അങ്ങനെ ആവണം എന്നൊരു സാധനം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പോലെ കമന്റ് കാണുമ്പോൾ എനിക്ക് ഇയാളെ ഓർമ്മ വരാം, നമ്മുടെ കള്ളുകൂടിയനെ.